നമസ്കാരം. എല്ലാവർക്കും ശുഭരാത്രി ആശംസിക്കുകയാണ്. ഒപ്പം നമ്മുടെ കേരളത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കേണ്ടതില്ലേ എന്ന കാര്യവും സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കേരളമെന്ന് പറയുന്നത് മാവേലിയുടെ മലയാള നാട് എന്ന് പറയുന്നത് പ്രകൃതി കൊണ്ട്, സംസ്കാരം കൊണ്ട്, വിദ്യാഭ്യാസം കൊണ്ട് നാം എപ്പോഴും വളരെ വളരെ മുന്നോക്കം പോയിരുന്ന ഒരു സംസ്ഥാനമാണ്. നിർഭാഗ്യമെന്ന് പറയട്ടെ, കേരളത്തിൻ്റെ ഒരു കാലഘട്ടം, ആ കാലഘട്ടം ധാരാളം അപജയങ്ങൾ ഉണ്ടാവുകയും ആ അപജയങ്ങളിൽ ജാതീയതയും സവർണ മേധാവിത്വവും കൂട്ടക്കുരുതിയും അങ്ങനെ ധാരാളം കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഭ്രാന്താലയമെന്ന് സ്വാമി വിവേകാനന്ദൻ വിളിച്ച ഈ കേരളം തീർത്ഥാലയത്തിലേക്ക് മാറ്റിയതിൻ്റെ പിന്നിൽ മഹാന്മാരായ ശ്രീനാരായണ ഗുരുസ്വാമിയും ചട്ടമ്പി സ്വാമികളും അതുപോലെ തന്നെ പണ്ഡിറ്റ് കറപ്പനും കേളപ്പജിയും അയ്യങ്കാളിയും അങ്ങനെ എത്രയോ സാരഥിമാർ. മാത്രമല്ല, ഒരു പരിധിവരെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായ പള്ളിക്കൂടങ്ങളും അതുപോലെ തന്നെ മിഷണറി പ്രവർത്തനവുമെല്ലാം കേരളത്തെ മുന്നോട്ട് നയിക്കാൻ പര്യാപ്തമായി. അങ്ങനെ കേരളം ഒരു നവോത്ഥാന കേരളമാണ് എന്ന് നാം പ്രഖ്യാപിച്ചു. നവോത്ഥാനത്തിൻ്റെ വിത്തുകൾ കേരളത്തിൽ വിതച്ചത് ശ്രീനാരായണ ഗുരുസ്വാമിയും ചട്ടമ്പി സ്വാമികളും ഞാൻ നേരത്തെ പറഞ്ഞ മഹാരഥന്മാരായിരുന്നു. പക്ഷെ ആ വിത്ത് മുള പൊട്ടിയപ്പോൾ മഹാരഥന്മാരെ അംഗീകരിക്കാത്ത, അയ്യങ്കാളി അംഗീകരിക്കാത്ത, പണ്ഡിറ്റ് കറപ്പനെ അംഗീകരിക്കാത്ത ഒരു രാഷ്ട്രീയം ഇവിടെ വളർന്നു വന്നു. ആ രാഷ്ട്രീയമാണ് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം. ആ രാഷ്ട്രീയം പ്രഖ്യാപിച്ചു, നവോത്ഥാന കേരളത്തിൻ്റെ സാരഥികൾ ഞങ്ങളാണ്. എനിക്ക് വിരോധമൊന്നുമില്ല. നവോത്ഥാന കേരളം ഉണ്ടാവണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതുണ്ടാക്കിയത് ആരായാലും വിരോധമില്ല. പക്ഷേ നവോത്ഥാന കേരളം ഒരു അരാജകത്വ കേരളമായി മാറുകയാണോ എന്ന് സമീപകാല സംഭവങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരുന്നു. സമീപകാല സംഭവങ്ങളിലൂടെ അത് വെളിവാകുന്നു. എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത്, ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തിയത് 3 വയസ്സായ കുട്ടി. ആ കുട്ടിയെ നദിയിലെറിഞ്ഞു കൊന്ന ഒരമ്മ. നോക്കൂ, നമ്മുടെ കേരളത്തിൻ്റെ ഒരു അവസ്ഥ. സ്വന്തം വീടിനേക്കാൾ സന്തോഷം നൽകുന്ന മറ്റൊരിടവും ഈ ഭൂമിയിലില്ല എന്നാണ് പറയുക. സന്തോഷം മാത്രമല്ല, സ്നേഹവും സ്വച്ഛതയുമെല്ലാം ആവോളം കിട്ടുന്ന സൗഭാഗ്യ ചതുരമാണ് ഒരു വീട് എന്ന് ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൻ്റെ എഡിറ്റോറിയൽ പറയുന്നു. പക്ഷെ പല വീടുകളിൽ നടക്കുന്ന സംഭവങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടുകയാണ്. കുഞ്ഞുങ്ങളെ കൊല്ലുന്ന അച്ഛനമ്മമാർ, പ്രായമായ മാതാപിതാക്കളെ കൊല്ലുന്ന മക്കൾ, ഭർത്താവിനെ കൊലപ്പെടുത്തുന്ന ഭാര്യ, കിടപ്പ് രോഗിയായ ഭർത്താവിനെ ഭാര്യ കൊല്ലുന്നു, ഭാര്യയെ കാമുകിയെ കൊണ്ട് കൊല്ലിക്കുന്നു, കാമുകി ഭർത്താവിനെ കൊല്ലുന്നു, ഭാര്യയെ കൊല്ലുന്നു. അങ്ങനെ എത്രയെത്ര അനീതി, ക്രൂരത നിറഞ്ഞ സംഭവമാണ് ഈ കേരളത്തിൽ ഇപ്പോൾ അരങ്ങേറുന്നത്. കഴിഞ്ഞ വർഷം 4594 പോക്സോ കേസുകളാണ്. ഒരു ദിവസം ഏതാണ്ട് 14 കുട്ടികൾ ഒരു ദിവസം ലൈംഗിക ക്രൂരതയ്ക്കിരയാകുന്നു. 2 മണിക്കൂറിൽ ഓരോ കുട്ടികളും ഈ കേരളത്തിൽ ലൈംഗിക പീഡനത്തിന് ഇരയാകുന്നു എന്ന് പറയുമ്പോഴാണ് ഈ നവോത്ഥാന കേരളത്തിലെ അരാജകത്വം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ആലുവായിൽ അമ്മ പുഴയിലെറിഞ്ഞു കൊന്ന 3.5 വയസ്സുകാരി സ്വന്തം വീട്ടിൽ പിതൃ സഹോദരന്റെ ക്രൂരതയിലാണ്, ലൈംഗിക പീഡനത്തിലാണ്. പാവം പിഞ്ചു കുഞ്ഞ് 3.5 വയസ്സിൽ എത്ര വേദനിച്ചിരിക്കും.
എത്ര സങ്കടപ്പെട്ടിരിക്കും. ആ അമ്മ ആ കുട്ടിയെ നദിയിലെറിഞ്ഞു കൊല്ലുകയാണ്. പാലക്കാട് വാളയാറിൽ അമ്മ കിണറ്റിലെറിഞ്ഞ 4 വയസ്സുകാരൻ രക്ഷപ്പെട്ടത് ഒരു പൈപ്പ് ലൈൻ അവിടെ ഉള്ളതുകൊണ്ട് മാത്രമാണ്. ആ പൈപ്പിലെ മോട്ടോറിൽ പിടിച്ച് ആ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് ആരൊക്കെയോ വന്ന് രക്ഷപ്പെടുത്തി. ആലപ്പുഴ ചേർത്തലയിൽ 68കാരൻ ഭാര്യയെ കഴുത്തിൽ തുണി മുറുക്കി കഴുത്തിൽ കൊന്നു. അത് കഴിഞ്ഞ മാസമാണ്. തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ കഴിഞ്ഞ ഫെബ്രുവരിയിൽ അഫാൻ എന്ന യുവാവ് മുത്തശ്ശിയെയും അനുജന്മാരെയും 4 കുടുംബാംഗങ്ങളെയും കൂട്ടുകാരിയെയും മൃഗീയമായി കൊലപ്പെടുത്തി. ഇതൊക്കെ കേരളം ഞെട്ടിക്കേൾക്കുകയാണ്. ശ്രീധനത്തിനു വേണ്ടി സ്വന്തം ഭാര്യയെ പാമ്പിനെ കൊണ്ട് കൊല്ലുക. കേരളത്തെ ഞെട്ടിച്ച സംഭവങ്ങൾ എത്രയോ ഉണ്ട്. മാതാവിനെ യുവാവ് കൊല്ലുകയാണ്. കോഴിക്കോട് കൂരാഞ്ഞിയിൽ വീട്ടിൽ ഉറങ്ങിക്കിടന്ന 24കാരനെ ആയ മകനെ പിതാവ് കുത്തിക്കൊലപ്പെടുത്തുക. കഴിഞ്ഞ മെയ്യിൽ മൂവാറ്റുപുഴ കിടപ്പുരോഗിയായ വയോധികയെ കിടപ്പുരോഗിയാണ് ഭർത്താവ് കൊല്ലുക. ഞാൻ 1 ഡസൻ കാര്യങ്ങളാണ് ഇതിനേക്കാൾ വായിക്കുകയാണെങ്കിൽ നമ്മുടെ മുമ്പിൽ ഉണ്ടാവുക. പക്ഷെ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇതിനെക്കുറിച്ചൊന്നും ചർച്ചയില്ല. നവോത്ഥാന കേരളം ഇതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യുന്നില്ല. യുപിയിലോ മഹാരാഷ്ട്രയിലോ മധ്യപ്രദേശിലോ ഒരു കുഞ്ഞ് ഏതെങ്കിലും ഇത്തരത്തിൽ സംഭവിച്ചാൽ വലിയ വാർത്തയാണ്. പക്ഷേ ഇതൊന്നും ഈ കേരളത്തിൽ ഒരു ചർച്ചയേ ആവുന്നില്ല. അരാജകത്വത്തിന്റെ നടുവഴിയിലാണെന്ന് കേരളം. ഇപ്പൊ കേരളത്തിൽ ആകെ ചർച്ച വേടനാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വേടന്റെ കാര്യത്തിൽ പറയുക, വേടനെ വെറുതെ വിട്. വേടൻ പാടുകയോ വിമർശിക്കുകയോ എന്തു വേണേ ചെയ്യട്ടെ. വേടന്റെ വഴിക്ക് പാടട്ടെ. പക്ഷെ മതഭീകരവാദത്തിന്റെ ഇരയായി വേടൻ മാറുന്നു. ആ വേടനായി സൃഷ്ടിക്കപ്പെടുന്നത് ഇവിടുത്തെ അരാജകത്വ സമൂഹമാണ്. ഞാൻ ചോദിക്കട്ടെ, നവോത്ഥാന കേരളത്തിന്റെ സാരഥികൾ ജാതീയതയുടെ ക്രൂരമായ പാട്ടുകൾ കേൾക്കുമ്പോൾ കൈയടിക്കുകയാണ്. നവോത്ഥാനവും ഈ ജാതീയതയുടെ പാട്ടുകളും അല്ലെങ്കിൽ ജാതീയതയുടെ ഈ വിമർശനങ്ങളും എങ്ങനെ ഒരുമിച്ച് പോകും? ജാതീയത ഇല്ലാതാക്കാനാണ് നാം ശ്രമിക്കുന്നത്. ഇന്നൊരു വേടൻ, നാളെ ഇത്തിരി കണ്ടം വരും, ഇത്തിക്കണ്ടപ്പന്മാരും വരും. നാളെ SC/ST വിഭാഗങ്ങളിലെ ജനങ്ങളെ മുഴുവൻ ഇല്ലാതാക്കണം എന്ന് പറയുന്ന ഇത്തിക്കണ്ടന്മാരും നാളെ വന്നു എന്ന് വരും. ഇവർക്കൊക്കെ കൈയടിക്കുകയും ഇവർക്കൊക്കെ പിന്തുണ കൊടുക്കുകയും ചെയ്യലാണോ നമ്മുടെ ഈ നവോത്ഥാന കേരളത്തിന്റെ സമീപനം? വേടന് പാടാം, വേടനാടാം, വേടൻ ഏത് പാട്ട് വേണമെങ്കിലും പാടാം, ആരെ വേണേൽ വിമർശിക്കാം, അത് വേടന്റെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ സമൂഹത്തെ ഇല്ലാതാക്കുന്ന, സമൂഹത്തെ നശിപ്പിക്കുന്ന, സമൂഹത്തെ സ്പ്ലിറ്റ് ചെയ്യുന്ന ഒരു സമീപനം ആരും സ്വീകരിക്കാൻ പാടില്ല. ഇന്നിപ്പോ കേരളം വേടന്റെ പിന്നാലെയാ. പക്ഷെ 3.5 വയസ്സുള്ള കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കാൻ കേരളത്തിൽ ആരും ഇല്ലാതെ പോകുന്നല്ലോ. കേരളത്തിലെ ദുഃഖം, കേരളത്തിന്റെ വിഷമം, കേരളത്തിലെ കുറെ സാംസ്കാരിക നായകന്മാരില്ലേ, എന്തേ മിണ്ടാത്തത്? ഇതിന് പിണറായി വിജയൻ മാത്രമാണ് ഉത്തരവാദി എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നവോത്ഥാനത്തെ കൊണ്ടു നടക്കാൻ, നവോത്ഥാനം ഞങ്ങൾ സൃഷ്ടിച്ചതാണെന്ന് പറഞ്ഞ കേരളത്തിലെ പ്രതിപക്ഷം, കേരളത്തിലെ രാഷ്ട്രീയക്കാർ, അതിലേത് രാഷ്ട്രീയക്കാരായാലും ശരി, നാം വളരെ 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 ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. വേടന്റെ കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് ചർച്ച. വേടനാണെങ്കിലോ ഗാസയെക്കുറിച്ച് പറയുന്നു, ഞാൻ നായരല്ല, പറയനല്ല, പുലയനല്ല, ഞാൻ നിങ്ങൾ തമ്പുരാനുമല്ല. ശരി, പക്ഷെ വേടനോട് എനിക്ക് ചോദിക്കാനുള്ളത് ഇതേ ചോദ്യമുണ്ട്. ഒരു ചോദ്യമുണ്ട്, എനിക്ക് ഓർത്തഡോക്സ് അല്ല, റോമനല്ല, യാക്കോബല്ല എന്ന് പറയാൻ പറ്റുമോ? വേടാ, നിനക്ക് വേറൊരു രീതിയിൽ സംസാരിക്കാൻ പറ്റുമോ? എല്ലാ ജാതി, എല്ലാ വിഭാഗത്തിലുമുണ്ട്. മുസ്ലിങ്ങളിൽ ജാതിയില്ലേ? മുസ്ലിം സമൂഹത്തിന്റെ ജാതി എടുത്തുകൊണ്ട് ഞാൻ ഈ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടയാളല്ല, ഞാൻ ഈ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടയാളല്ല എന്ന് പറയാൻ വേടന് പറ്റുമോ? വേടൻ പറയോ? പറഞ്ഞ തന്നെ ഓർമ്മയുണ്ടാവുള്ളൂ. അപ്പോ വേടനായാലും ശരി, മാടനായാലും ശരി,
യഥാർത്ഥത്തിൽ ഭാരതത്തിന്റെ സാംസ്കാരിക ചൈതന്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു ഭാഗത്ത്, വേടനെ സൃഷ്ടിക്കുന്ന മതഭീകരവാദം കേരളത്തിൽ വേറൊരു ഭാഗത്ത്, വേടനെ വെച്ചുകൊണ്ട് ജാതീയത വളർത്താൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം ഇവിടെയുണ്ട്. ആ വിഭാഗമാണ് കേരളത്തെ വീണ്ടും അരാജകത്വത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് ലൈവിൽ വന്നത് കേരളത്തിലെ അരാജകത്വത്തെക്കുറിച്ച് പറയാനാണ്. കേരളത്തിലെ സാംസ്കാരിക നായകന്മാർ ഉറങ്ങിക്കിടക്കുകയാണോ അതോ ഉറക്കം നടിക്കുകയാണോ? അമ്മ, പെറ്റമ്മ സ്വന്തം കുഞ്ഞിനെ നാട്ടുകാർക്ക് വിൽക്കുന്ന ദുരന്തപൂർണമായ ഒരു കേരളമായി ഇത് മാറിക്കൊണ്ടിരിക്കുകയല്ലേ? നമ്മുടെ നാട്, മാവേലിയുടെ നാട്, ഈ കേരളം, കുടുംബം എന്ന് പറയുന്ന ആ അതിശക്തമായ ബന്ധത്തിൽ അധിഷ്ഠിതമായി സൃഷ്ടിക്കപ്പെട്ട ഈ കേരളം, ഈ കേരളത്തിലെ കുടുംബ ബന്ധം, അമ്മ, അച്ഛൻ, ഒരു സങ്കല്പത്തിന്റെ ആധാരത്തിൽ നമ്മൾ വളർത്തിക്കൊണ്ടുവന്നതാണ്. ഇവിടുത്തെ ജാതീയത ഇല്ലാതായതല്ലേ? ജാതീയതയില്ല. ഇന്ന് ആർക്കെങ്കിലും ജാതീയത താല്പര്യമുണ്ടോ? എനിക്കൊക്കെ അഭിമാനത്തോടു കൂടി പറയാം. കാരണം ജാതിയില്ലാത്തൊരു സമൂഹത്തെ സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിച്ച ആളാണ് ഞാൻ. എൻ്റെ വ്യക്തിപരമായ ജീവിതം പോലും അതിനുവേണ്ടി ഒഴിഞ്ഞു വെച്ചയാളാണ് ഞാൻ. എൻ്റെ മാത്രമല്ല, എൻ്റെ കുടുംബത്തിലെ പലരും. അങ്ങനെ ജാതിയില്ലാത്തൊരു സമൂഹത്തിൽ ജാതിയുടെ പേര് പറഞ്ഞ് ഈ രീതിയിലുള്ള തോന്നിവാസം കാണിക്കുമ്പോൾ അതിൻ്റെ പിന്നിലൊരു ലക്ഷ്യമുണ്ട്. അതിൻ്റെ പിന്നിലൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം ഹിന്ദു സമൂഹത്തെ ഇല്ലാതാക്കുക എന്ന മതഭീകരവാദികളുടെ ലക്ഷ്യമാണ്. കേരളത്തിലെ ഏതെങ്കിലും ഒരു മുസ്ലിം ദേവാലയത്തിൽ പോയി ഈ പാട്ട് പാടുവോ? കേരളത്തിലെ ഏതെങ്കിലും ജാതി, മുസ്ലിം ജാതികൾ ആ ജാതിയെ ഊന്നി പറഞ്ഞുകൊണ്ട് സംസാരിക്കുമോ? സാധിക്കുമോ? ഇല്ല. മുസ്ലിം ദേവാലയത്തിൽ പാടുവോ? ഇല്ല. അപ്പം ജാതിയില്ലാത്ത കേരളത്തിൽ, ജാതി ഇല്ലായിക്കൊണ്ടിരുന്ന കേരളത്തിൽ ഇപ്പോ ജാതി കൊണ്ടുവരാനുള്ള ഒരു ഭാഗം ഇല്ലാതിരുന്ന കേരളത്തിൽ ജാതി കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. കുടുംബബന്ധം നിലനിന്നിരുന്ന കേരളത്തിൽ കുടുംബബന്ധം തകരുന്നു. അമ്മ എന്ന വിശുദ്ധമായ പേര് അത് കളങ്കപ്പെടുന്നു. ഏത് കുഞ്ഞിനെ കണ്ടാലും ഓമനയെ പോലെ ആ കുഞ്ഞിനെ താലോലിക്കുന്ന ഒരു മനുഷ്യ ഹൃദയത്തിൽ കുഞ്ഞിനെ വേൾക്കാനും ക്രൂരതയോടെ ലൈംഗിക തൃപ്തിക്ക് ഉപയോഗിക്കാനും ശ്രമിക്കുന്ന അങ്ങേയറ്റത്തെ അരാജകത്വമായി കേരളം മാറുകയാണ്. ഇതിൻ്റെ ഉത്തരവാദികൾ കേരളത്തെ സാംസ്കാരിക തലത്തിൽ നവോത്ഥാനം സൃഷ്ടിച്ചതിൽ നിന്നും സംസ്കാരത്തെ എടുത്തുമാറ്റി രാഷ്ട്രീയ നവോത്ഥാനം സൃഷ്ടിക്കാൻ ശ്രമിച്ച ഇടതുപക്ഷവും ഇതുപോലെയുള്ള മറ്റ് ചില ആളുകളുമാണ് എന്നുള്ളതിൽ സംശയമില്ല. അവർക്ക് സംസ്കാരം വേണ്ട, അവർക്ക് ഹിന്ദുത്വം വേണ്ട, അവർക്ക് പൈതൃകം വേണ്ട, അവർക്ക് വിവേകാനന്ദം വേണ്ട, അവർക്ക് ശ്രീനാരായണ ഗുരുസ്വാമി വേണ്ട. ശ്രീനാരായണ ഗുരുസ്വാമിയെ സിമന്റ് നാടു എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചവരാണ്, അയ്യങ്കാളിയെ അധിക്ഷേപിച്ചവരാണ്, പണ്ഡിറ്റ് കറുപ്പനെ അധിക്ഷേപിച്ചവരാണ്. ഒന്നും ചെയ്യാത്ത ആളുകളാണിവർ. പക്ഷെ നവോത്ഥാനത്തിന്റെ എല്ലാ ക്രെഡിറ്റും ഏറ്റെടുക്കുകയാണ്. അപ്പൊ ഇവർക്കെതിരായ ഒരു പോരാട്ടം നമ്മുടെ ഈ കേരളത്തെ വീണ്ടും ജാതിക്കോമരങ്ങളുടെ കളിയാട്ട രംഗമായി മാറാതിരിക്കണമെങ്കിൽ നമ്മുടെ തലമുറയ്ക്ക് എന്താ സംഭവിച്ചത്? ചെറിയ തലമുറ, ചെറുപ്പം കുട്ടികൾ, അവര് മയക്കുമരുന്നിനും ലഹരിക്കും അടിമപ്പെട്ട് കേരളം ഒരു ലഹരിയുടെ കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്നു. കേരളം ഒരു പണ്ടത്തെ അടിമക്കാലം പോലെ ലഹരിക്ക് അടിമപ്പെട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ മാതൃഭൂമിയുടെയും മനോരമയുടെയും ഒക്കെ പത്രത്തിലെ ആ എഡിറ്റോറിയൽ വായിച്ചപ്പം അറിയാതെ നെഞ്ചു പൊട്ടിപ്പോയി. നമ്മുടെ കേരളത്തിലെ യുവത എവിടേക്കാണ് പോകുന്നത്? നമ്മുടെ കേരളം, നവോത്ഥാന കേരളം അരാജകത്വത്തിലേക്ക് പോകുന്ന ദുഃഖവും വിഷമവും പ്രയാസവും കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ ലൈവിൽ വരുന്നത്. എനിക്കൊന്നേ പറയാനുള്ളൂ ഇവിടുത്തെ ചെറുപ്പക്കാരോട്, എനിക്കൊന്നേ പറയാനുള്ളൂ ഇവിടുത്തെ യുവതയോട്. ഏതെങ്കിലും ജാതീയതയുടെ പിന്നിൽ, ഏതെങ്കിലും ജാതീയതയുടെ രോമാഞ്ചമുണ്ടാക്കുന്ന പാട്ടുകളിൽ പെട്ട് ആടി തകർക്കുന്നതിന് പകരം രാജ്യത്തിനു വേണ്ടി, നമ്മുടെ നാടിനു വേണ്ടി, നമ്മുടെ ഈ സംസ്കാരത്തിനു വേണ്ടി, നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ, നമ്മുടെ അമ്മയെയും അച്ഛനെയും കുട്ടികളെയും സംരക്ഷിക്കാൻ, നമ്മുടെ വീടിന് സമീപത്തും നമ്മുടെ നാട്ടിലുമുള്ള നമ്മുടെ കുടുംബത്തെയും ബന്ധുക്കളെയും നാട്ടുകാർക്കും അവർക്ക് ഗുണകരമാവുന്ന എന്തെങ്കിലും ഒന്ന് ചെയ്യുക. ലഹരിക്ക് അടിമപ്പെട്ടവർ, ലഹരി ഉപയോഗിച്ച് സ്വയം
ജീവിതം തകർക്കുന്നവർ, ഈ രീതിയിൽ കൊടും ക്രൂരത ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിനെതിരായ ഒരു പോരാട്ടം യുവാക്കളുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. നമ്മുടെ നാടിനെ രക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. യഥാർത്ഥ നവോത്ഥാന കേരളം തീർത്ഥാലയത്തിലേക്ക്, പ്രാന്താലയത്തിൽ നിന്ന് തീർത്ഥാലയത്തിലേക്ക് മാറിയ ആ നവോത്ഥാന കേരളത്തെ വീണ്ടും നാം സൃഷ്ടിക്കണം. ഈ അരാജകത്വത്തിൻ്റെ റാപ്പിൽപ്പെട്ട് നാം കൈയടിച്ചു പോകുന്നത് കഷ്ടമാണ്. ജാതി കോമരങ്ങൾ ഉറഞ്ഞുതുള്ളുമ്പോൾ നവോത്ഥാന സാരഥികൾ കൈയടിക്കുന്നു, നവോത്ഥാന രാഷ്ട്രീയക്കാർ കൈയടിക്കുന്നു, ആഹാ എന്ന് പറഞ്ഞ അത് ഈ കേരളത്തിന് ഭൂഷണമാണോ? ആലോചിക്കേ. ഞാൻ വേടനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. വേടൻ്റെ പാട്ടുമായി പോകട്ടെ. വേടന് അതിനുള്ള വിമർശിക്കാനുള്ള അവകാശമുണ്ട്, പാടട്ടെ. പക്ഷെ സമൂഹത്തെ ഭിന്നിപ്പിക്കരുത്. കൊടും ക്രൂരത ചെയ്യുന്ന അമ്മയായാലും അച്ഛനായാലും സഹോദരങ്ങളായാലും അവർക്കെതിരെ പോരാട്ടം നയിക്കണം. പോലീസുകാർ പോലും ഈ ക്രൂരത കണ്ടിട്ടും പണം മേടിച്ച് കേസുകളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ്. പോക്സോ കേസുകൾ ശിക്ഷിക്കുന്നില്ല. കുഞ്ഞുങ്ങളുടെ നിലവിളി കണ്ട് ഉറക്കം നടിക്കുന്ന സാംസ്കാരിക നായകന്മാരെ, നിങ്ങളൊന്ന് കണ്ണ് തുറക്കൂ. കേരളത്തിലെ അരാജകത്വത്തിനെതിരെ നിങ്ങൾ സംസാരിക്കൂ. കേരളത്തിലെ ഈ ക്രൂരമായ അരാജകത്വം ഇല്ലാതാക്കാൻ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഇറങ്ങണം. ഇതിനകത്ത് രാഷ്ട്രീയവുമില്ല. ജാതി, മത, ഭാഷ, വേഷ, വർണ്ണ, വർഗ രാഷ്ട്രീയത്തിനപ്പുറം ഈ അരാജകത്വം ഇല്ലാതാവാൻ നാം പരിശ്രമിക്കണമെന്ന് മാത്രം ഹൃദയം പൊട്ടി പറയുകയാണ്. സമീപകാലത്തെ സംഭവങ്ങൾ കണ്ട് ഹൃദയ നൊമ്പരത്തോടെയാണ് ഞാൻ ഇന്ന് ഈ ലൈവിൽ നിൽക്കുന്നത്. എല്ലാവരുടെയും മനസ്സിൽ ഈ ചിന്ത ഉണ്ടാവട്ടെ. നമസ്കാരം.